ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. എനിക്കും കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാനില്ല, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പലരും പറയാൻ മടിക്കുന്ന, ആലോചിക്കാൻ പോലും വേണ്ടി ശ്രമിക്കാത്ത കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ടാണ്. യെസ്, ദ മെയിൽ കമ്മ്യൂണിറ്റി. ഈ അടുത്താണല്ലോ ഇൻ്റർനാഷണൽ മെൻസ് ഡേ ഒക്കെ ഉണ്ടായിരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളോടാണ്, നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു മെൻസ് ഡേ വിഷസ് കിട്ടിയിട്ടുണ്ട്? വിമൻസ് ഡേക്ക് വരുന്ന ആ ഒരു സെലിബ്രേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ചോദ്യം ചെയ്യുകയൊന്നും അല്ല, പക്ഷേ അതിൻ്റെ 10% കൺസിഡറേഷനെങ്കിലും ഒരു മെന്നിന് കിട്ടുന്നുണ്ടോ? 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ മാത്രം 11,000-ലധികം ആളുകളാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 82% ആണുങ്ങളാണ് എന്നുള്ളതാണ്. കണക്കുകൾ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നുണ്ടല്ലേ. ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൽ അത് ആണുങ്ങൾ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഏത് ജെൻഡറിലുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ഒന്ന് കേട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് കേൾപ്പിച്ചു കൊടുക്കാനും ഇതൊന്ന് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ഒന്ന് നോക്കുക. ഞാനൊരു എപ്പിസോഡ് പോലും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഇത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ മൂവീസിലും റീൽസിലൊക്കെ ആയിട്ട് ഒരുപാട് ബ്രോക്കൺ ഹാർട്ട് മെസ്സേജസും ഭയങ്കര സെൻറ്റി സീൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, പലരും അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിലേക്ക് അധികം ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ, ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഫെയിലിയറൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളുടെ ഇമോഷൻ എന്ന് പറയണത് അതെന്തായിരിക്കും? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമോ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടാവുമോ? അതാരും കാണാതെ നമ്മൾ റൂമിലൊക്കെ പോയിരുന്ന് ഒറ്റയ്ക്ക് ഒതുക്കി പിടിച്ച് ഇങ്ങനെ കരയാണോ? അല്ലെങ്കിൽ തലകണക്കിങ്ങനെ മൂടി ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണോ? ഒതുക്കി പിടിച്ചിരിക്കുകയാണോ? നമ്മളിന്ന് സംസാരിക്കുന്നത് അധികാരം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്, മെൻസ് മെൻ്റൽ ഹെൽത്ത് ഇൻ ലവ്. നമുക്ക് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ തുടങ്ങാം. ഒരു ആൺകുട്ടി വീണ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ തുടങ്ങാം. ഒരാൺകുട്ടി ആ കുട്ടി ഇങ്ങനെ വീണ് മുറിഞ്ഞു കഴിഞ്ഞാൽ, കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം പറയണത് എന്താ? മുതിർന്ന ആൾക്കാർ ആദ്യം പറയണത്, സാറില്ല, നീ ഒരാണല്ലേ, ആണുങ്ങൾക്ക് അറിയരുത് എന്നുള്ളതാണ്. ഡോണ്ട് ക്രൈ, ബി എ മാൻ എന്നുള്ളതാണ്. ബി എ മാൻ. അവിടെ തുടങ്ങുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മൾ വളരും തോറും നമ്മൾ പഠിക്കുന്ന ഇതാണ്, വിഷമം വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് കാണിക്കാനായിട്ട് പാടില്ല, അത് നമ്മുടെ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു മാസ്ക് ഇടുകയാണ്, മുഖത്തൊരു ചിരി സൂക്ഷിക്കും, വെറുതെ ഒരു കപട ചിരി സൂക്ഷിക്കും. ഉള്ളിൽ ഭയങ്കരമായിട്ട് പൊള്ളി കിടക്കുകയായിരിക്കും, ഭയങ്കര തീയായിരിക്കും ഉള്ളിൽ. പക്ഷേ എന്നാലും നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര കൂളായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഗേൾസിനെ സംബന്ധിച്ച് ഭാഗ്യവശാൽ എന്ന് പ്രത്യേകം പറയുകയാണ്, അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സമൂഹത്തിന് അനുവാദമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് കരയാം, അമ്മയോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ പറയാം. പക്ഷേ ഒരു ആൺകുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭയങ്കരമായിട്ട് പാവത്താനെന്നോ ഭയങ്കര സെൻറ്റിമെൻ്റലാണെന്നോ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് നമുക്ക്. നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടി പോലും നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായിട്ട് കാണുമോ എന്നുള്ള ഒരു പേടി. ഞാൻ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് പറയാം. ഒരു ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാറും പറയാറും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു ഏർലി ടൈമിൽ തന്നെ ആയിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. അവരാദ്യം തന്നെ അത് ഭയങ്കരമായിട്ട് കരഞ്ഞ് തീർക്കും, അവർ വേദന അനുഭവിക്കും, എന്നിട്ട് പതിയെ അതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത്. പക്ഷേ ബോയ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റാണ്. ബ്രേക്കപ്പ് നടന്ന ആദ്യത്തെ ആ ഒരു ആഴ്ചയിലൊക്കെ നമ്മൾ ഭയങ്കര ആശ്വാസത്തിലായിരിക്കും. നമ്മൾ ഫ്രീ ആടാ, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കും. നമുക്കൊരു തരം റിലീഫാണ് എന്നുള്ളതാണ്. നമ്മളെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് 2-3 months ഒക്കെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളത്, ഭയങ്കര ഡിസ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ റിയൽ പെയിന് വരുന്നത് അതിന് ശേഷമാണ് എന്നുള്ളതാണ്. 1-2 മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഡിസ്ട്രാക്ഷൻസൊക്കെ അതൊക്കെ തീരുന്ന സമയത്ത് രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആ ഓർമ്മകൾ വന്ന് ഇടിക്കാൻ തുടങ്ങും. ഇതിനാണ് ഡിലൈഡ് ഗ്രീഫ് എന്ന് പറയണത്. ആ സമയത്തായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടാവുക.
പക്ഷെ അപ്പോഴേക്കും സമയമൊക്കെ വൈകി പോയിട്ടുണ്ടാവും. അവളൊക്കെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. നമ്മളവളോട് പോയി ചെയ്തില്ലാണെന്നുണ്ടെങ്കിൽ പോലും അവൾ മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ അവൾക്ക് പിന്നീട് ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല. അത് പക്ഷേ ഒരു ഏർലി ടൈമിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഗ്രീഫും നമുക്ക് വീണ്ടും സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ മേ ബി ഒരു പാച്ചപ്പ് ആവാൻ ചാൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നേനെ. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ നിസ്സഹായരായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെന്നിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, മിക്ക ലവ് റിലേഷൻഷിപ്പിലും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവൻ്റെ ഗേൾ ഫ്രണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അവനവൻ്റെ സങ്കടങ്ങളായിക്കോട്ടെ, പേടികളായിക്കോട്ടെ, സ്വപ്നങ്ങളായിക്കോട്ടെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവളോട് മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് കുറേ ഫ്രണ്ട്സും ബോയ്സിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവരോടൊക്കെ തമാശയും മറ്റേ സിനിമയെ കുറിച്ചിട്ടും സ്പോർട്സിനെ കുറിച്ചിട്ടും അതിനൊക്കെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുക. പക്ഷേ അവരോടൊക്കെയും അവരോട് ആരെടുത്തും പോലും എനിക്ക് ഓക്കെ അല്ല, എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ മൈൻഡ് തീരെ ഷെയർ ചെയ്യില്ല ഇന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു ആ ഒരു സംസാരം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഓക്കെ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാർട്ട്ണർ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത്, ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് അവന് നഷ്ടപ്പെടുന്നത് അവൻ്റെ ഒരു ലവ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ ഏറ്റവും വലിയ തെറാപ്പിസ്റ്റ്, അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അവൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അവന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കായി പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയി എന്ന ഒരു ഇമോഷൻ, ആ ഒരു ഫീൽ അവന് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ അക്ഷയ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നീ പറഞ്ഞൊക്കെ മനസ്സിലായി. ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു നിരക്കും എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു 8 മിനിറ്റ് സൈക്കോളജിക്കൽ ഹാക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളുടെ ബോയ്സിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് വിളിച്ചിട്ട് അവനോട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് ഭയങ്കര മടിയാണ്. അവനെന്ത് ചിന്തിക്കും, ഇപ്പോൾ അവരോട് വിളിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് കുറേ മണിക്കൂറുകളൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ അവനെ വിളിച്ച് ബോറടിപ്പിക്കണ്ട എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും. അവിടെയാണ് ഈ ഒരു 8 മിനിറ്റ്സ് റൂൾസ് സഹായിക്കുന്നത് എന്നുള്ളത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചൊക്കെ പറയുന്നത്, നമ്മുടെ മൂഡ് മാറ്റാനായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 8 മിനിറ്റ് മതി എന്നുള്ളതാണ്. നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത ഫ്രണ്ടിനെ വിളിക്കുക, എന്നിട്ട് പറയുക, എടാ എനിക്ക് 8 മിനിറ്റ് സമയമുള്ളൂ, വെറുതെ ഒന്ന് സംസാരിക്കാൻ വിളിച്ചതാണ്. എന്നിട്ട് ആ ഒരു 8 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. പഴയ കഥകളോ തമാശകളോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമമായിക്കോട്ടെ, അതങ്ങോട്ട് ഓപ്പൺ പറയുക, അത് ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത്. കൃത്യം 8 മിനിറ്റ് ആവുന്ന സമയത്ത് ആ ഒരു കോൾ കട്ട് ചെയ്യുക. ട്രസ്റ്റ് മീ, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു റിലീഫ് എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും എന്നുള്ളതാണ്. ഐ എം നോട്ട് എലോൺ, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നലുണ്ടാക്കാനായിട്ട് ആ ഒരു 8 മിനിറ്റ് ധാരാളമാണ് എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഡോണ്ട് വെയിറ്റ് ഫോർ അവേഴ്സ്, ജസ്റ്റ് ടേക്ക് ദാറ്റ് 8 മിനിറ്റ്സ് ആൻഡ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ സംസാരിച്ച് നോക്കുക. എനിക്കറിയാം ലവ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ അതിലേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാവർക്കും ഹൃദയമുണ്ട്. അവർക്ക് അത് ബ്രേക്ക് ആകുമ്പോൾ വേദനിക്കും, അത് ഹീലാവാനായിട്ട് സമയമെടുക്കും. അതെല്ലാവരും സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് കേൾക്കുന്ന ആണുങ്ങളോടാണ് അല്ലെങ്കിൽ ബോയ്സിനോടാണ് മെൻറ്റിനോടാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല. നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സങ്കടം അവിടെ സമ്മതിക്കുക എന്നുള്ളത് ഭയങ്കര ധൈര്യമാണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അത് കിട്ടാത്തതാണ് നമ്മളെല്ലാവരുടെയും പ്രശ്നം എന്നുള്ളത്. നിങ്ങളുടെ സങ്കടം നിങ്ങളത് മനസ്സിലാക്കുക. അത് എനിക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് സങ്കടം ഉണ്ട്, എനിക്കിത് പുറത്ത് കിടക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞ 8 മിനിറ്റ്സ് റൂൾസ്. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുക, നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ ഗോ ടു പേഴ്സൺ അവരുടെ അടുത്ത് പോയി സംസാരിക്കുക, എല്ലാം ശരിയാവും. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന സമയങ്ങളുണ്ടാവും. ഒക്കെ എന്താ പറയുക, എല്ലാം
ഇതും കടന്നു പോകുന്നു പറയുന്ന പോലെ ഇതും കടന്നു പോകും. പക്ഷെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ. നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് അത് എന്നുള്ളത് ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഫോഴ്സ്ഫുള്ളി നിങ്ങളെ കേൾപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്തൊരു എപ്പിസോഡാണ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഐ ഹോപ്പ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കും, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയപ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.